എളുപ്പത്തിൽ നമുക്കൊരു ക്യാരറ്റ് കേക്ക് എന്ന് പറയുന്നത് ക്യാരറ്റ്, തേങ്ങ, അതുപോലെ ബ്രെഡ് വെച്ചിട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. ക്യാരറ്റും തേങ്ങ ചോറിൻ്റെതും പിന്നെ സൺഫ്ലവർ ഓയിൽ, പാല്, പിന്നെന്താ അതൊക്കെയാണ് ഇതൊക്കെ വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പഞ്ചസാരയും. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പിന്നെ കോഴിമുട്ട 3 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 3 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തത്, അതെല്ലാം ഞാൻ ചോറിൻ്റെ വന്നിട്ടോ. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ചോറിനാണ് ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, ഈ സാധനം കേടുന്നിട്ട് ഞാൻ മീഷോന്ന് സെക്കൻഡ് ടൈം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന്. അത് വരുമ്പോൾ ഞാൻ കാണിച്ചത്, അത് ഫുള്ള് സ്റ്റീലാട്ടോ. ഞാൻ അങ്ങനെ തന്നെ നോക്കിയെടുത്തതാണ്. മറ്റേ പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അതിൻ്റെ ഈ പ്ലാസ്റ്റിക്കുള്ള ഭാഗത്തൊക്കെ പൊട്ടിപ്പോരും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്റ്റീലിൻ്റെ ഓർഡർ ചെയ്ത് കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റൊക്കെ ചോറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ അടുത്തതാണ് തേങ്ങ ചുരണ്ടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ എന്താ വെച്ചാൽ തേങ്ങ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയലേ തേങ്ങ ചുരണ്ടിയതും പിന്നെ നമ്മൾ ക്യാരറ്റും കൂടെ പിന്നെ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുമ്പ് പിന്നെ അത് നമ്മൾ കോഴിമുട്ട 3 ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അടിച്ച് വരണം. 3 കോഴിമുട്ട മിക്സിൻ്റെ ജാറിലോട്ട് മിക്സിൻ്റെ വലിയ ജാറൊക്കെ പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഞാൻ അടിച്ച് വരട്ടെ. പിന്നെ ഇവിടെ കേക്കിൻ്റെ എഗ്ഗ് ബീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ശരിക്കും കേക്കിൻ്റെ എഗ്ഗ് ബീറ്ററിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് അടിക്കട്ടെ. പക്ഷെ ഞാൻ അതൊന്നും എടുക്കണില്ല കേട്ടോ. അപ്പം ഞാൻ 3 മുട്ട ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇടണം. പിന്നെ അതേപോലെ ഏലക്കായ ഇടണം. പഞ്ചസാരയും പിന്നെ സൺഫ്ലവർ ഓയിലും പിന്നെ ഏലക്കായും ഞാനിതിൽ കാണിച്ചിട്ടില്ല. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ അതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, നമ്മളെ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ 3 അതിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്ന് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് മൂടിയിട്ട് ഞാൻ ഇത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്ന് വരട്ടെ. അങ്ങനെ പിന്നെന്താ, പിന്നെ എന്താ ഒരു കോഴിമുട്ടയും കൂടി ഉണ്ട് കേട്ടോ. 3 കാരണം ഞാൻ 2 എടുത്തിട്ടുള്ളൂ ഫസ്റ്റ്. 3 നമുക്ക് ശരിക്കും വേണ്ടത് 2 കൊണ്ട് നമുക്ക് മതിയാവില്ല. കാരണം നമുക്ക് ഇത്രയും 5-6 ബ്രെഡൊക്കെ നമ്മൾ യൂസ് ചെയ്യണതല്ലേ. അപ്പോൾ അതിലോട്ട് പിന്നെ ഞാൻ പോരാത്തിന് പാൽ ഒഴിച്ചിട്ടുണ്ട്. മുട്ട മാത്രമല്ല പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഈ 3 മുട്ടയും കൂടി ഇനി നമുക്ക് പിന്നെ അടിച്ചെടുത്തിട്ട് വരാം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബ്രെഡ് ഇതിലോട്ട് ഇട്ടുകാണ്ട് അടിച്ചാലോന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് കിട്ടൂല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ കോഴിമുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. ഈ ഗസ്റ്റുകളൊക്കെ വന്നാൽ നല്ല പൊളി സാധനം കേട്ടോ. ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞൊരു കറക്റ്റാണ് നിങ്ങൾക്ക് പറയണ്ടേ. അപ്പോൾ ഞാൻ ഇതാ മുട്ടയിൽ പഞ്ചസാര ഇട്ട് കണ്ടിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി ഇതേ മിക്സിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ബ്രെഡ് പൊടിച്ചതും പിന്നെ തേങ്ങ അതേപോലെ ക്യാരറ്റ് ഒന്നായിട്ട് കൊയമ്പാക്കരുത് കേട്ടോ. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത് വന്നാൽ മതി. പക്ഷേ ഇതേ മിക്സി വന്നാൽ കഴുകിയിട്ട് നമ്മൾ തുടച്ചിട്ട് വേണം കേട്ടോ ഇത് എന്താ പറയുക അടിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊയമ്പാവരുത്. ഇതിൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റി കൊയമ്പായി. പക്ഷെ അങ്ങനെ കൊയമ്പാവരുത്. നമ്മളിപ്പോൾ റസ്കിനൊക്കെ ബ്രെഡ് പൊടിക്കൂല, അങ്ങനത്തെ ഒരു ഇതിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ചെറിയൊരു പാൻ എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഇത് ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടി വെച്ചു. നമ്മളെ ഈ കൂട്ടുണ്ടല്ലോ, ഈ അടിച്ചെടുത്ത് കൊണ്ടുവന്ന കൂട്ട്, പിന്നെ അത് ഞാൻ എന്താ പറയല് പിന്നെന്ത് ചെയ്തു, പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണ ചുറ്റിച്ച് കൊടുത്തിട്ടാ. എന്നിട്ട് ഞാൻ അതിലോട്ട് നമ്മൾ ഐറ്റംസ് ഇട്ടിട്ടാ. അങ്ങനെ പിന്നെ നമ്മളെ ഐറ്റംസ് എല്ലാം ഞാൻ ഈ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന ഈ ബ്രെഡ് പിന്നെ അതുപോലെ ക്യാരറ്റ് തേങ്ങ എല്ലാം കൂടി ഉള്ളത് ഞാൻ ഇതിലോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുട്ടാ. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച നമ്മൾ തേങ്ങ ഫസ്റ്റ് ഇങ്ങനെ ആയാലും മതി. തേങ്ങ നമ്മൾ കുറച്ച് തേങ്ങയും ക്യാരറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നെയ്യിലോ ബട്ടറിലോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുക്കുക. പിന്നെ ഈ ഒരു ബ്രെഡ് ചെയ്യുക. അങ്ങനെ പിന്നെന്താ അങ്ങനെ ഞാൻ എന്താ പറയുക, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക,
ഞാനിത് ജസ്റ്റ് ഒരു ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക. ബട്ടർ നെയ്യൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഈ ബ്രെഡ് നമ്മൾ ക്രഷ് ചെയ്തത് പൊടിക്കുമ്പോൾ നമ്മൾ മാവുണ്ടല്ലോ, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്രെഡ് നന്നായിട്ട് ചട്ടിയിലിട്ടതാക്കിയത്. അപ്പം ഇനി ഇതിലോട്ട് ഞാൻ ഇത് മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോട്ടാ. അപ്പം ഇനി നമ്മൾ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ബ്രെഡ് വേഗം പൊതിരില്ല മുട്ടയിൽ. ഒന്നായിട്ട് മുട്ട വലിച്ചെടുക്കും, മുട്ടൻ്റെ ബാറ്റർ. വെറും മുട്ട മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പം ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലാണ് പാൽ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇതിലോട്ട് പാൽ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സൺഫ്ലവറും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി മിക്സിയിൽ ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഞാൻ പറയാം, നിങ്ങളെ വീട്ടിലോട്ട് വന്ന ഗസ്റ്റുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ഞാനിങ്ങനെയാണ് ഇനി അധികവും എൻ്റെ എക്സാം കഴിഞ്ഞ ശേഷം അധികം ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസുകൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കുക്കിംഗ് വീഡിയോസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ പഞ്ചസാര ഇടണതും പിന്നെ അതേ പാൽ ഒഴിച്ചത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചസാര ഇടണതും പിന്നെ അതേപോലെ തന്നെ ഈ സൺഫ്ലവർ ഒഴിച്ചതും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അതേപോലെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാം, അങ്ങോട്ട് അത് ചൂടാറി കഴിഞ്ഞിട്ട് അത് സൺഫ്ലവർ ഓയിലിൻ്റെ പകരം അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഇത് കേക്ക് പോലെ ഉണ്ടാക്കാം. ഞാനിവിടെ കേക്കിൻ്റെ പാനില്ലേ, ഞാൻ അതിൽ വെച്ചിട്ടാട്ടോ ഇത് കേക്ക് വേവിക്കണത്. ഇതൊരു പോള പോലെയാണ്, കേക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പോള പോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് ഞാനിനി മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തു വരാം. നല്ല ഫൈൻ സ്മൂത്തി പേസ്റ്റ് ആവും. അപ്പോൾ ഞാനിത് മിക്സിയിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് കൈകായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുമിളൊക്കെ വന്ന് നമ്മളെ ചട്ടിയിൽ കുമിളൊക്കെ വന്ന് ഇത് കണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വെന്ത് മുകളിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. രണ്ടാണ് പൊന്തിയിട്ടുള്ളത്. നമ്മളെ കേക്ക് പോലെ തന്നെ വന്നിക്കണില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഇത് നല്ല വെന്ത് ചെയ്യുന്നുണ്ട്. ഉള്ളിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് പൊന്തി വന്നിക്കണ്. അപ്പോൾ ഇത് ഞാനിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ കേട്ടോ. ഇതൊരു സാധാരണ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതിൽ ഞാൻ നോക്കിയതാട്ടോ, അത് വെന്തകണോ ഇല്ലേ നോക്കിയതാണ്. അപ്പോൾ ഇത് ഞാനൊരു വൈറ്റ് ഫൈബർ പ്ലേറ്റ് ഉണ്ട്, അതിലൂടെ മാറ്റിയതാട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയില്ല കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഇനി കാണിച്ചിട്ട് ബാക്ക് സൈഡ്. അപ്പോൾ ബാക്ക് സൈഡ് ഞാൻ തിരിച്ചിട്ടെടുത്തിട്ട് ബാക്ക് സൈഡ് കരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് ടൈമിലാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. 15 മിനിറ്റിൽ ചില കേക്കുകൾ അല്ലെങ്കിൽ 30 മിനിറ്റിൽ ചില കേക്കുകൾ. അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്തായാലും വയ്ക്കരുത്, കരിഞ്ഞു പോകും. അല്ലെങ്കിൽ 25 മിനിറ്റ് അതോടെ നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ഇത് കാണിച്ചതാണ്, അതിൻ്റെ സോഫ്റ്റ്നെസ് കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാക്കി. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കി, ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ടെക്സ്ചറായിട്ടുള്ളൊരു അടിപൊളി കേക്ക് ഇന്ന് നിങ്ങൾ ചായക്ക് കടി കുട്ടികൾ കഴിച്ച് നോക്കി. നല്ല പക്ക അടിപൊളി സാധനീകരം.